നമസ്കാരം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും, മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വളരെ ആവശ്യമുള്ള, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റൊന്നുമല്ല, സ്കിൻ ആൻഡ് ന്യൂട്രിഷൻ എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പണ്ട് കാലത്ത് പറയും, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, അയാളുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് എന്ന് പറയുമെന്നുള്ളത്. അപ്പോൾ മുഖം നോക്കി ലക്ഷണം പറയുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് പ്രാക്ടീസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കപ്പാസിറ്റിയാണ് തീർച്ചയായും സീനിയർ ഡോക്ടേഴ്സിന്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് അവർക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സ്കിന്നും ന്യൂട്രിഷനും വളരെയധികം ഇൻ്റർ റിലേറ്റഡ് ആണ്. നമ്മളൊക്കെ നമ്മുടെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ഏറ്റവും അധികം ഇഗ്നോർ ചെയ്യുന്നതും ഈ ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായ രീതിയിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ പലർക്കും വൈറ്റമിൻ എയും ബിയും സിയും ഡിയും ഇയും എല്ലാം ഡെഫിഷ്യൻസി ഉണ്ട്. പോയി നോക്കുമ്പോഴായിരിക്കും വൈറ്റമിൻ ഡി ഒക്കെ ഭയങ്കര ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ അറിയാതെ പല ഇഷ്യൂസും ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നീടായിരിക്കും റിയലൈസ് ചെയ്യുന്ന ഇത് ഇന്ന പ്രശ്നം കൊണ്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായും പ്രേക്ഷകർക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയിരിക്കും. നമ്മുടേത് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. 1 മണിക്കൂറാണ് ദൈർഘ്യം. നിങ്ങളുടെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സ്വീറ്റിയാണ്. സ്കിന്നും ന്യൂട്രിഷനും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഡോക്ടറോട് ചോദിക്കുക. സ്കിന്നും ന്യൂട്രിഷനും, പ്രത്യേകിച്ച് ന്യൂട്രിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഗർഭകാലം അടക്കം വളരെ ന്യൂട്രിഷൻ ഡിമാൻഡ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ സ്കിൻ ആൻഡ് ന്യൂട്രീഷൻ എന്ന ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഡോക്ടർ സ്വീറ്റിയോട് നേരിട്ട് ചോദിക്കാം. TV സ്ക്രീനിൽ നമ്പറുണ്ട്, നോട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഡോക്ടറോട് നേരിട്ട് തന്നെ വിളിച്ച് ചോദിക്കുക. ഡോക്ടറെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ മുഖലക്ഷണം നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഡോക്ടേഴ്സിന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് അയാളുടെ ഒരു ഹെൽത്ത് എന്നുള്ളത് പറയാൻ സാധിക്കും എന്നുള്ള കേട്ടിന്. അതും എനിക്ക് തോന്നുന്നു ഈ സ്കിന്ന് വെച്ചിട്ടാണ് പലപ്പോഴും ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്കിൻ, നമ്മുടെ സ്കിന്നിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറഞ്ഞു തുടങ്ങാം ഡോക്ടർ. സ്കിന്നിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം, സ്കിൻ ഒരു കവറിങ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡിയെ കവർ ചെയ്യുന്ന ഒരു തൊലി എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. അത് ഒരു അവയവമാണ് എന്നാണ് സയൻറ്റിഫിക്കലി സ്കിൻ ഒരു അവയവമാണ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. എന്നുവെച്ചാൽ ഇത്രയും ലെങ്ത്തും ബ്രെഡ്ത്തും സ്ക്വയർ മീറ്റേഴ്സും സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു അവയവം സ്കിന്നാണ്. ഹെഡ് ടു ഫുട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. കവറിങ് മാത്രമല്ല, അത് സ്വന്തമായിട്ട് അത് തന്നെ ഒരു അവയവമാണ്. സോ ദാറ്റ്സ് വൈ അതിനൊരു പ്രത്യേക സ്പെഷ്യാലിറ്റി തന്നെ ഉണ്ട് അല്ലേ. സ്കിൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സ്പെഷ്യാലിറ്റി ഇൻ MD സ്കിൻ. സോ അതിൻ്റെ അർത്ഥം എന്താ, അതിന് മാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. സോ സ്കിന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം മാത്രമല്ല. ഇൻ മൈ what I used to see എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ലേഡീസിനെ പറ്റി ആദ്യം പറയാം. ബിക്കോസ് സ്കിന്നിൻ്റെ കാര്യം പറയുമ്പോൾ ലേഡീസ് എന്നുവെച്ചാൽ കൂടുതൽ കെയർ ചെയ്യുന്ന, ബ്യൂട്ടി കംസ് ഫോർ ഇൻ എനി ഏജിൽ. ഒരു ഗേൾ ഓർ ലേഡി ആരെ എടുത്ത് നോക്കുക, ആദ്യത്തെ കംപ്ലൈൻറ്റ് വിൽ ബി മുഖത്ത് കറുപ്പ് വന്നു, ഇവിടെ കുരു വന്നു. ദിസ് വിൽ ബി ദ ഫസ്റ്റ് കംപ്ലൈൻറ്റ്. പിന്നെ ആയിരിക്കും വന്ന് പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ, അത് ഇതിലും പറഞ്ഞത്. സോ ആ മരുന്ന് വാങ്ങിച്ചില്ലെങ്കിൽ അവർ ഇതിന് കൊടുക്കുന്നത് കറക്റ്റായിട്ട് വാങ്ങിക്കും. സോ എവ്രി വുമൺ ഒരു മിററിൽ നോക്കുമ്പം ഷീ വോണ്ട്സ് ടു ലുക്ക് ഗുഡ്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി സ്കിന്നിൻ്റെ ബേസാണത്. സോ ഇൻ മൈ കേസ് ഒരുപാട് നമുക്ക് ഡയഗ്നോസിസിനും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതായത് നമ്മൾ ഈ ലാബ് ടെസ്റ്റുകൾ സ്കാന് ഒക്കെ ചെയ്യും മുമ്പേ കുറേ കാര്യങ്ങൾ
ഒരു ലേഡി വെൻ ഷീ എൻറ്റേഴ്സ് ദ റൂം ഐ യൂസ് ടു സീ ടോപ്പ് ടു ഫുട്ട് the way she walks. She may not know I am intensively watching her എന്നുള്ളത് I never make sure that she knows that. പക്ഷേ ഞാൻ നോക്കാറുണ്ട് യൂഷ്വലി അബൌട്ട് ഹെർ ഹെയർ. പിന്നെ ഹെയറും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവം തന്നെ വെച്ചാൽ സ്കാൽപ്പിൽ നിന്ന് വരുന്ന ഹെയർ റൂട്ട്സ് ആണ്. ദ സ്കാൽപ്പ് ഓൾസോ ഇസ് എ ടൈപ്പ് ഓഫ് കവറിങ്. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ തൊട്ട് തുടങ്ങി ഫേസ്, ദെൻ ഓഫ് കോഴ്സ് ദ അതർ ബോഡി വിൽ ബി കവേർഡ്. പിന്നെ നേരെ കാണാൻ പറ്റുന്ന കാൽപാദങ്ങളായിരിക്കും. അതിൽ തന്നെ നമുക്ക് ക്രാക്സ് കാണാൻ പറ്റും. ദറ്റ് ഓൾ ഐ യൂസ് ടു വാച്ച്. ക്രാക്സ് ഉണ്ടാവും. വന്ന് ഫ്രണ്ടിലിരിക്കുമ്പം മുഖത്തിന് കണ്ണിൻ്റെ അടിയിൽ കറുത്ത പാട്, ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ അതുണ്ടാവും ചില സ്ത്രീകൾക്ക്. പിന്നെ മുഖം കണ്ടാൽ തന്നെ നല്ല വിളർച്ച, പെയിൽ വൈറ്റ് ലുക്ക് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു പഴയ ആളുകൾ പറയും ഒരു രക്തപ്രസാദം എന്ന് പറയും, ദ ഫീൽ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് വൈറ്റ് പേപ്പർ ലൈക്ക് ആയിരിക്കും. അപ്പോൾ ആ പെയിൽനെസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇവർ അനീമിക് ആണെന്ന് മനസ്സിലാവും. എത്ര അനീമി. പണ്ടൊക്കെ ഡോക്ടേഴ്സ് നല്ല എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻസ് പോയ ഉടനെ കണ്ണിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അത് ഈ കണ്ണിലും ഇതിലും തന്നെ അറിയാൻ പറ്റും ജോണ്ടിസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ദാറ്റ് ആൻഡ് ഓൾ ദേ യൂസ് ടു ഫൈൻഡ് ഔട്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻസ് ഓൾ നോ ദാറ്റ്. അപ്പോൾ സ്കിൻ, അതായത് നമ്മുടെ മുഖത്തിലോ സ്കിന്നിലോ വെളിയിലുള്ള കാഴ്ചയിൽ തന്നെ ദേ ഡയഗ്നോസ് സോ മെനി തിങ്സ്. ഇത്രയും ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ജോണ്ടിസ് ഉണ്ടോയെന്ന് സ്കിന്നിൻ്റെ ലൈറ്റ് യെല്ലോ കളർ ഷെയ്ഡ് വെച്ചിട്ട് ജോണ്ടിസ് അറിയാൻ പറ്റും. പിന്നെ പെയിൽ വൈറ്റ് ആയിരിക്കുമ്പോൾ അനീമിയ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അറിയാൻ പറ്റും. ദിസ് ലേഡി, ഫോർ മൈ സേക്ക്, ഇൻ മൈ സ്പെഷ്യാലിറ്റി, ഇറ്റ് ഈസ് ഈസി ഫോർ മീ. ബിക്കോസ് അവരെത്ര ബ്ലീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ അവരുടെ എപ്പോഴും ലേഡീസിനൊരു ടെൻഡൻസി ഉണ്ട്. അവർ വന്നിട്ട് ഒറ്റയ്ക്ക് വരും, ഹസ്ബൻഡ്സിനകത്ത് കയറ്റത്തില്ല, അവർ തന്നെ കയറ്റില്ല. ബട്ട് ഐ വോണ്ട് ദം ദെയർ ഹസ്ബൻഡ്സ് ടു ബി ദെയർ. കാര്യം വെച്ചാൽ ഈ എല്ലാ ലേഡിയും നമ്മുടെ മുമ്പ് വന്നിരുന്നിട്ട് ചുമ്മാ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഞാൻ വന്നു ചെറുതായിട്ട് ബ്ലീഡിങ്ങിന്, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ലൈസേ പറയുള്ളൂ. ദേ വോണ്ട് ടു ലൈ ആൻഡ് മേക്ക് ഫീൽ ഗുഡ്. അതും ഡോക്ടറെ അടുത്ത്, കള്ളം പറയാൻ പാടില്ലാത്തടുത്ത്. ദേ വിൽ സേ എവ്രി ലേഡി വോണ്ട്സ് ടു മേക്ക് ഹെർസെൽഫ് ഫീൽ ഞാൻ ഓക്കെയാണ്. പക്ഷേ ഗതി കെട്ടിട്ടായിരിക്കും ഡോക്ടറെ അടുത്ത് വരുന്നത്. ബ്ലീഡിങ്ങും ഓവറായിട്ട് ക്ഷീണവും തലകറക്കവും. ദിസ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ആ ഓവർ ബ്ലീഡിങ്ങിൻ്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന അനീമിക് ആവുകയാണ്. ഒരു ഹിമോഗ്ലോബിൻ ലെവലൊക്കെ വളരെ കുറവായിരിക്കും. ബട്ട് ഷീ വിൽ നോവർ റിവീൽ. ഭയങ്കര വേദന ഉണ്ടായിരിക്കും, അതെല്ലാം പറയില്ല. ഇങ്ങനെ ചെറിയ ഒരു ഇതുപോലെ ഉണ്ട്, നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കും അവർ. That is, even the doctor will be confused. If she is so much okay, then why is she in front of me? For what? പിന്നെ of course നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പം അറിയാം ഈ പറയണതൊന്നും സത്യമല്ലെന്ന്. കാര്യം വെച്ചാൽ മുഖം നോക്കുമ്പോൾ, അതാണ് സ്കിൻ ചെയ്യുന്ന ഒരു ഗുണം. മുഖം നോക്കുമ്പോൾ അറിയാം ഓക്കെ ഷീ ഈസ് ഹൈലി അനീമിക്. കണ്ണിൻ്റെ വെള്ള കാണുമ്പോൾ അറിയാം അതിൽ ഒരൊറ്റ ബ്ലഡ് വെസൽസ് ഒക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണില്ല. സോ ആ ഫേസിൽ തന്നെ അറിയാൻ പറ്റും നല്ല ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവർ റിവീൽ ചെയ്യില്ല. സോ ഐ ഓൾവേസ് ആസ് ഹസ്ബൻഡ് ഓർ ബ്രദർ ഓർ സൺ എനി വൺ മെയിൽ ടു അക്കമ്പനി ദം, ദ ക്ലോസ് റിലേറ്റീവ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ സത്യം പറയും. ഓൾവേസ് മെൻ വിൽ ടെൽ ദ ട്രൂത്ത്. ഒരു നമ്മൾ മറിച്ചാണ് വിചാരിക്കുന്നത്, അങ്ങനെയല്ല. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആണുങ്ങൾ കള്ളം പറയുമായിരിക്കും. ബട്ട് അബൌട്ട് ദെയർ ഹെൽത്ത് ദേ നെവർ ലൈ, ബിക്കോസ് ദേ വോണ്ട് റിയൽ ഹെൽപ്പ്. അത് എനിക്കൊന്ന് പ്രത്യേകിച്ച് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഐ ട്രീറ്റ് മെയിൽസ് ഓൾസോ ഇൻ ദ വേ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി മെയിൽസിനെയും ട്രീറ്റ് ചെയ്യേണ്ടി വരും. സ്കിന്നിന് വേണ്ടിയിട്ടും കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. മെയിൽസ് ഓൾസോ, ബോയ്സ് ഓൾസോ യൂസ് ടു കം. ഹെയർ ഫോള് ഇത് എല്ലാം ആയിട്ട് വരാറുണ്ട്. സ്കിന്നിൻ്റെ മറ്റേ ഒത്തിരി പേര് വന്നിട്ട് പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാം വെളിയിൽ കാണുന്ന സംഭവങ്ങൾ, ഇപ്പോൾ പിമ്പിൾസ് ഇതുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഒരു PCOD ഒരു ഗേൾ വന്ന് ഇരിക്കുമ്പോഴേ
അത് സ്കാനിലും ഉണ്ടോ ഇല്ലയോ, എല്ലാ സ്കാനിലും തെളിയണം എന്നൊന്നുമില്ല, ബട്ട് സ്കാനിലുണ്ടോ ഇല്ലയോ ഒരു പീരിയഡ്സിൻ്റെ പ്രോബ്ലം പറയും. പക്ഷേ നമ്മുടെ സ്കിൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിമ്പിൾസ് ഉണ്ടാവും, മുഖത്ത് മുടി വളർച്ച ഉണ്ടാവും. ദെൻ അവിടെ കഴുത്തിൽ കറുത്ത ഇത് ഹോർമോൺ ഇംബാലൻസ് കാണിക്കും. കറുത്ത ഒരു ടിൻറ്റ് കഴുത്തിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹോർമോണിൻ്റെ ഇംബാലൻസ്. അത് ഈ ഗർഭിണികളിൽ കാണാൻ പറ്റും. ഹോർമോണ് ആ ഒരു സമയത്ത് അത്ര കറക്റ്റായിട്ടിരിക്കില്ലല്ലോ, അപ്പോൾ അതുണ്ട്. അതേ സമയത്ത് ഗർഭിണികളുടെ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവും എന്ന് പറയും. ഗർഭിണികളായിരിക്കുമ്പോൾ മുഖം നന്നായിട്ട്, ദാറ്റ് ഈസ് ബിക്കോസ് സ്ത്രീ ഹോർമോണുകൾ അപ്പോൾ കൂടുതൽ സെക്രേറ്റ് ആവും. അതുകൊണ്ടാണ് അതിൻ്റെ ഭംഗിയാണ് മുഖത്ത് നല്ല ഗ്ലോ കാണുന്നത്. ആൻഡ് ദേ ടേക്ക് ഗുഡ് ന്യൂട്രീഷൻ ഓൾസോ വെൻ ദേ ആർ പ്രഗ്നൻറ്റ്. സോ അതാണ് എപ്പോഴും ഒരു പെണ്ണ് ഗർഭിണിയായാലും അറിയാൻ പറ്റും നല്ല ഗ്ലോ, സ്കിൻ ഗ്ലോ ഉണ്ടെന്ന് പറയും. ബിക്കോസ് ഓഫ് ഹോർമോൺസും ഓട്ടോമാറ്റിക്കലി ഹൈ ആവും ടു സപ്പോർട്ട് ദ ബേബി. ആൻഡ് നാച്ചുറലി നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് അപ്പോൾ വീട്ടുകാർ കൊടുക്കാൻ തുടങ്ങും. നാച്ചുറലി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സ്കിൻ വിൽ ബി ലുക്കിംഗ് ഗ്ലോഡ്, നല്ല ഗ്ലോയും ഗുഡ് ലുക്കിംഗ് ആയിരിക്കും. സോ അതൊരു പീരിയഡ് ഓഫ് ഫേസ്. ചിലർക്ക് കുറച്ച് കറുത്ത പാടുകൾ കഴുത്തിലൊക്കെ വരാം ഈ പ്രഗ്നൻസി ഫേസിൽ. അത് ദാറ്റ് ഓൾസോ ഈസ് പോസിബിൾ. അങ്ങനെ സ്കിന്നിൽ അതേപോലെ ഇപ്പോൾ കാൽപാദങ്ങളിൽ ഫുട്ട് ക്രാക്ക് കാണുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി വി ക്യാൻ നോ ദറ്റ് ഇവർ വന്നിട്ട് ശരിക്ക് അത്യാവശ്യത്തിന് ബോഡിക്ക് വേണ്ടത്ര വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നില്ല ബോഡി. അപ്പോൾ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് വെള്ളം ഒരുപാട് വേണം. ബിക്കോസ് അത് വെളിയിൽ എക്സ്പോസ്ഡ് ആണ്. അവർ സ്കിൻ ഇസ് എക്സ്പോസ്ഡ്. നമ്മളിപ്പോൾ നടക്കുമ്പോഴെല്ലാം ഫസ്റ്റ് അഫക്റ്റ് ചെയ്യണത് സ്കിന്നാണ്. ഇപ്പോൾ ഇത്രയും വെയിലുണ്ടായിരുന്ന ഇപ്പോൾ ഒരു സമയം ഈ സമ്മറിൽ അൾട്രാ വയലറ്റ് റേസ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ ഓസോൺ ലെയർ കറക്റ്റ് അല്ല, അതുകൊണ്ട് മോളിൽ നിന്ന് സ്പേസിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേസ് ദാറ്റ് ഈസ് ഹാംഫുൾ ഫോർ ദ സ്കിൻ. സ്കിന്നിന് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് അത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ വെയിൽ ഉദ്ദേശിക്കണമെങ്കിൽ 11-നും 4-നും ഇടയ്ക്ക്, 11 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള വെയിലിൽ ഈ അൾട്രാ വയലറ്റ് റേസ് വളരെ ഹൈ ആയിരിക്കും. ആ സമയത്ത് വെയിലത്ത് പോയി എക്സ്പോസ് ചെയ്യരുത്. അപ്പോൾ ഇഫ് യു വോണ്ട് ടു എക്സ്പോസ് യുവർ സെൽഫ്, അതുകൊണ്ടാണ് മോർണിംഗ് വാക്സ് ഓർ ഈവനിങ് വാക്ക് വയ്ക്കുന്നത്. ആഫ്റ്റർനൂൺ വാക്ക് എന്നൊന്നുമില്ല. ബിക്കോസ് ഹെവി ആയിട്ട് ആ അൾട്രാ വയലറ്റ് റേസ് സ്കിന്നിൽ വീഴുന്നതോറും സ്കിൻ ഡാമേജ് ഭയങ്കര മോശമായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ വന്ന് നമുക്ക് വന്നിട്ട് ചെടികളില്ല, മരങ്ങളില്ല, എല്ലായിടത്തും എല്ലാം വെട്ടിക്കൊണ്ടിരിക്കണം, മഴയില്ല, മോറോവർ പൊല്യൂഷൻ. ഇത് കാരണം മോളിൽ നിന്ന് വരുന്ന മോശം സ്കിൻ, ഇത് സൺറേസ് വഴി നല്ലത് കിട്ടുന്നത് കുറഞ്ഞ് വൈറ്റമിൻ ഡി കിട്ടും എന്ന് പറയും സൺറേസ്, അത് കുറഞ്ഞിട്ട് സ്കിന്നിന് വളരെ ദൂഷ്യം ഉണ്ടാക്കുന്ന, ഡാമേജ് ഉണ്ടാക്കുന്ന അൾട്രാ വയലറ്റ് റേസ് അനാവശ്യമായിട്ട് നമ്മൾ ആ ഒരു ടൈമിംഗ് ഓഫ് 11 in the morning to 4 in the evening ടൈമിൽ വളരെ മോശമായിരിക്കും അത്. സോ ആ സമയത്തൊക്കെയാണ് നല്ല ഞാൻ ഈ കെമിക്കൽ ബേസ്ഡ് സൺസ്ക്രീൻസ്, ഈ മറ്റേ ഫാൻസിയിലൊക്കെ കിട്ടുന്ന സൺസ്ക്രീൻസ്, ഐ ഡോണ്ട് സപ്പോർട്ട് ദം. മെഡിക്കലി ഇഫ് യു ഗോ ആൻഡ് ഗെറ്റ് സൺസ്ക്രീൻസ്, we also give for sunscreen which will be truly medical. അതിൽ മണമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാക്കാനോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. സൺസ്ക്രീൻ മീൻസ് പ്രൊട്ടക്ഷന് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ. ഡോക്ടർ, ഒരു സംശയം, ഈ സൺസ്ക്രീനിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടാണ് എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 15 yearsൽ ഡോക്ടർ ഒരു കോളർ വെയിറ്റിംഗ് ആണ്. അതിന് ശേഷം ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? എന്റെ പേര് അശ്വതി. എവിടുന്ന് വിളിക്കുന്നു അശ്വതി? എവിടുന്നാണ്? കൊല്ലത്തുനിന്നാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സ്കിൻ ആൻഡ് ന്യൂട്രീഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ സ്വീറ്റി ഉണ്ട് നമ്മളോടൊപ്പം അതിഥിയായി. പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ഹായ് അശ്വതി. ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ഓക്കെ. അമ്മയ്ക്ക് 42 വയസ്സുണ്ട്. ആദ്യം ഈ കണ്ണിന്റെ താഴെ ഒരു ഇങ്ങനെ ബ്ലാക്ക് മാർക്ക് പോലെ വന്നായിരുന്നു നിറയെ. ഇപ്പൊ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതെന്തെങ്കിലും സ്കിന്നിലെ കുഴപ്പം കൊണ്ടായിരിക്കുമോ? സ്കിന്നിലെ കുഴപ്പമല്ല, ഹോർമോണിന്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. 42 ആയില്ലേ? സോ ഫാമിലി
അമ്മയുടെ ഫാമിലി അനുസരിച്ചിട്ട് പീരിയഡ്സ് നിൽക്കാനുള്ള സമയം അടുത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. യൂഷ്വലി പീരിയഡ്സ് നിൽക്കുന്ന ദറ്റ് ഇസ് മെനോപോസിന് ഒരു പ്രീ മെനോപോസൽ ഒരു 2 years മുമ്പേയൊക്കെ ഇതുപോലെ ബ്ലാക്ക് സ്പോട്ട്സ് ചീക്സിൽ വരാൻ തുടങ്ങും. അണ്ടർ ഐസ്, ചീക്സ്, ഈ ഏരിയയിൽ ബ്ലാക്ക് സ്പോട്ട്സ് അല്ല ബ്ലാക്ക് പാച്ചസ് തന്നെ വരും. മറുക് പോലെ രണ്ട് ചീക്സിലും ഉണ്ട്. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് പാച്ചസ് എന്ന് പറയുന്നത്. അത് ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ്. തീർച്ചയായിട്ടും ശരിയാക്കാൻ പറ്റും. നിറയെ പേഷ്യൻസ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അതിന് പക്ഷെ ഒരു കാര്യം, സ്കിന്നിൽ കുറെ ക്രീം ഇട്ടുകൊണ്ടൊന്നും ആവില്ല. അകത്ത് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ സ്കിന്നിനായിട്ട് മാത്രമുള്ള ട്രീറ്റ്മെന്റ് അല്ല അതിന് വേണ്ടത്. സ്കിന്നിന് ഓഫ്കോഴ്സ് നമ്മൾ ക്രീംസ് കൊടുക്കും, വാഷ്, ആ കറുപ്പ് മാറാനുള്ള മെഡിക്കൽ വാഷ് ഉണ്ട്, അത് കൊടുക്കും. ബട്ട് അകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹോർമോൺ ലെവൽസും ബാക്കിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അത് ടുവേർഡ്സ് മെനോപോസ് ആണ് കാണിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വേറെ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ കൊടുത്തു തുടങ്ങണം. അപ്പോഴേ സ്കിൻ മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അതായത് സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെ സ്കിന്നിൽ പ്രോബ്ലംസ് തുടങ്ങുന്നത്. സോ ഷീ ഷുഡ് ഡെഫിനറ്റ്ലി മീറ്റ്. ഇപ്പം നമ്മൾ ഞാൻ ഗൈനക് പ്ലസ് കോസ്മെറ്റോളജി കമ്പൈൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ എപ്പോഴും ഒരു സ്ത്രീയുടെ സ്കിന്നിൽ പ്രോബ്ലംസ് തുടങ്ങുന്നത് ഹോർമോണിൽ നിന്നായിരിക്കും. സോ അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം. കറക്റ്റ് ചെയ്യുന്നതും ഈ ബ്ലാക്ക് കറക്റ്റ് ചെയ്യുന്നതും ഒരുമിച്ചായിരിക്കണം. പിന്നെ എക്സ്ട്രാ വല്ലതും വേണമെങ്കിൽ നമുക്ക് ലേസറോ അങ്ങനത്തെ വല്ലതും, ദെൻ വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്, ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ. സോ അപ്പോൾ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി സ്കിന്നിൻ്റെ മാത്രം പ്രോസസ്സ് അല്ല ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് 40+. ഡെഫിനറ്റായിട്ട് അത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് ആദ്യം അത് ശരിയാക്കാം. ന്യൂട്രീഷൻ കൊടുക്കണം, സ്കിന്നിന് ഉള്ളിലും കൊടുക്കണം. പിന്നെ കുറച്ച് ഫുഡ് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഓഫ് കോഴ്സ് ക്രീംസ് ഉണ്ടാവും, വാഷ് ഉണ്ടാവും. പിന്നെ ഇതിന് ഇപ്പം മാജിക്കലി കുറയ്ക്കാൻ പറ്റില്ലെങ്കിലും സ്ലോ ആയിട്ട് നമുക്ക് ആ ബ്ലാക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഒരുപാട് പേഷ്യൻസിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ അശ്വതി, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ 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 കേക്കാമോ? ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്നാണ്? ധനലക്ഷ്മിയാണ് അല്ലെ? കുറച്ചുകൂടി ഒച്ചത്തിൽ പറഞ്ഞാൽ ക്ലിയർ ആവുമായിരുന്നു. വോയിസ് ലെവൽ ഒരു അല്പം കുറവാണ്. അപ്പൊ ധനലക്ഷ്മി എവിടുന്ന് വിളിക്കുന്നു എന്നൊന്ന് പറയാമോ? പാലക്കാടാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്കിൻ ആൻഡ് ന്യൂട്രീഷൻ ആണ്. പുനർജനി ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്വീറ്റി ഉണ്ട്, സംസാരിക്കാം. ഞാൻ എന്നും കാണാറുള്ളതാണ് മാഡത്തിനെ. ഓക്കെ, താങ്ക് യു. എന്നും ഈ ചാനലിൽ കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. മാഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ വെരി വെരി താങ്ക് യു. ഐ എം ബ്ലെസ്ഡ്. വളരെ സന്തോഷം. പറഞ്ഞോളൂ. ഞാൻ മാഡം വിളിച്ചത് മെൻസസ് നിന്നിട്ട് മാഡം 1 വർഷമായി. ഹലോ മാഡം. കേൾക്കുന്നുണ്ടമ്മ, കേൾക്കുന്നുണ്ട്. മെൻസസ് നിന്നിട്ട് 1 വർഷമായി. അപ്പൊ ഈ കണ്ണിന് കുറച്ച് കറുത്ത വരാൻ തുടങ്ങി കഴിഞ്ഞിട്ടുള്ളത് എന്തൊന്നും ചെയ്തിട്ട് മാറുന്നില്ല. അപ്പൊ ഷുഗർ ഉണ്ട്. ഷുഗറിന് 3 തരം ഗുളിക കഴിക്കുന്നുണ്ട്, 3 നേരം. അപ്പൊ എന്താ പ്രശ്നം എന്ന് അറിയണില്ല. അപ്പൊ കണ്ണിന്റെ പ്രോബ്ലം ആണോ? കണ്ണിന് ശേഷം അങ്ങനെ ഉണ്ട്. വയസ്സ് വന്നിട്ട് 49 ഏജ് 49 ആണോ? ആണ്. അപ്പോൾ ഈ ഇപ്പം പറഞ്ഞ പ്രോബ്ലം ശരിക്കും ഹോർമോൺ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ പീരിയഡ്സ് നിന്നു അല്ലേ, മെനോപോസ്. അപ്പം അതിൻ്റെ മെനോപോസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. തലമുടി തൊട്ട് കാലിൻ്റെ നഖം വരെ വ്യത്യാസം ഉണ്ടാക്കും. എന്നുവെച്ചാൽ മെനോപോസിന് മുമ്പേ സ്ത്രീ ഹോർമോണുകൾ നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ്
മെനപ്പോസ് അതായത് നിന്നതോടുകൂടി പീരിയഡ്സിനോട് നമ്മൾ വിചാരിച്ചു എല്ലാം ഓക്കെയാണ്, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിന് ശേഷമാണ് നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അതിനുശേഷം സ്ത്രീ ഹോർമോൺ പോകുമ്പം അതുപോലുള്ള ന്യൂട്രീഷൻ, അതായത് സത്ത് മരുന്നുകൾ നമ്മൾ തിരിച്ചു കൊടുക്കണം ശരീരത്തിന്. അതേപോലെ വെള്ളം കുടിക്കുന്നത് ഒരു 4 ലിറ്ററെങ്കിലും മരുന്ന് പോലെ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകിട്ടിനകത്ത് കുടിച്ചു തീർക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഷുഗർ ഉള്ളതുകൊണ്ട് ഫ്രൂട്ട്സ് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് പഴം വകേറ ആ സംഭവങ്ങൾ, വാഴപ്പഴം എന്ന് പറയണത് കഴിക്കരുത്. സ്കിന്നിന് മാത്രമല്ല, സ്കിന്നിൻ്റെ കാര്യമല്ല, ഷുഗർ കൂടും. കൺട്രോൾഡ് ആയിട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ അതും സ്കിന്നിന് ഒരുപാട് ദോഷം ചെയ്യും. പിന്നെ ഈ കറുത്ത പാടുകൾ വളരെ ടിപ്പിക്കലാണ് മെനപ്പോസിൽ. നമ്മളതിനെ മെലാസ്മ എന്ന് പറയും. അത് വളരെ കറക്റ്റായിട്ട് അത് വരും. ഓവർ ആവുന്നതിന് മുമ്പേ, വളരെ ഡീപ്പായിട്ട് ആ കറുപ്പ് വീഴുന്നതിന് മുമ്പേ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ക്രീംസ് തേക്കുകയോ അല്ലെങ്കിൽ മരുന്നുകൾ എന്തെങ്കിലും വാഷ് ഉപയോഗിക്കുക, അതിലൊന്നും, അതൊക്കെ വേണം. പക്ഷേ അതിൻ്റെ കൂടെ മെനപ്പോസിനെ കറക്റ്റ് ചെയ്യാനുള്ള ന്യൂട്രീഷനും കൂടെ കൊടുത്താലേ നമുക്ക് പണ്ടത്തെ പോലെ സ്ത്രീ ഹോർമോണുകൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പോലെ സ്കിൻ ഒരു ഭംഗി കിട്ടുള്ളൂ. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ചില സ്വീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഹെവി മീറ്റ് എന്നുവെച്ചാൽ ബീഫ് പോലുള്ള ഭയങ്കര കൊളസ്ട്രോൾ ഡയറ്റ്, അതൊക്കെ കുറച്ച് കുറയ്ക്കണം. പിന്നെ വെള്ളം നിറച്ച് കുടിച്ച് അനാവശ്യ മാലിന്യം ബോഡിയിൽ നിന്ന് യൂറിൻ വഴി പോകണം. വെജിറ്റബിൾസ് നിറച്ച് കഴിക്കാം. ഡയബറ്റിക് ആയതുകൊണ്ട് ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാം. സോ അത് പിന്നെ ഡെഫിനറ്റ്ലി മെനപ്പോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് റെഗുലർലി. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കണ്ടാൽ ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. ഇത് മാത്രമല്ല, വേറെയും കുറേ സ്കിൻ പ്രോബ്ലംസ്, ഹെയർ, മുടി പൊഴിച്ചിൽ, ഇതെല്ലാം വരും. അതെ. സോ അപ്പോൾ ഇത് എല്ലാവരുടെ കംപ്ലൈൻറ്റും ആണ്. കാരണം എന്താ വെച്ചാൽ സ്ത്രീ ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഉള്ളപ്പോഴാണ് ഇതെല്ലാം നന്നായിട്ടിരിക്കുന്നത്. അപ്പം അത് ഇല്ലയെന്ന് വെച്ചാൽ കുറഞ്ഞ് പതുക്കെ ഇല്ലാണ്ടാവുകയാണ്. സോ മെനപ്പോസൽ ക്ലിനിക് എന്ന് പറഞ്ഞ് എനിക്കൊന്നുണ്ട്. സോ അതിൽ ഒരു മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ന്യൂട്രീഷൻ കൊടുക്കുന്ന അത് മാത്രമല്ല, നമ്മൾ അഡ്വൈസ് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, ഇനി കഴിക്കാതിരിക്കണം, പിന്നെ എന്തൊക്കെ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ നമ്മളിൽ ഇനി അധികം ഇൻക്ലൂഡ് ചെയ്യണം, മോശം മാലിന്യമുള്ള സംഭവങ്ങൾ ബോഡിയിൽ നിന്ന് എങ്ങനെ മാറ്റണം, ഇതെല്ലാം ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ശരിക്കും സ്കിന്നിനെയൊക്കെ നല്ല ഗ്ലോ കിട്ടാനും നറിഷ് ചെയ്യാനും കറുപ്പ് മാറാനും ഒക്കെ ഒരുപാട് ലേഡീസ് വരുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിന് മെനപ്പോസിന് ശേഷം. അതിന് മാത്രമല്ല, എല്ല് തേയ്മാനം എല്ലാം കുറയാനായിട്ട് അതൊരു ടോട്ടൽ ഒരു പ്ലാൻ ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. ഭയങ്കര വിലയുള്ളതൊന്നുമല്ല, ബട്ട് കറക്റ്റായിട്ട് ചെയ്തു പോകണം. നല്ല ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ആയിരിക്കും ശരിക്കും നിങ്ങൾക്ക് വേണ്ടത്. പ്ലസ് നമ്മൾ കൊടുക്കുന്ന സത്ത് മരുന്നുകൾ, പിന്നെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ ട്രിവാൻഡ്രം ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വന്ന് കാണണം. ബാക്കിയൊക്കെ നമുക്ക് ചിലപ്പോൾ പ്ലീസ് കം. തിരുവനന്തപുരത്ത് പേട്ടയിൽ അക്ഷരവീഥി റോഡിലാണ് പുനർജനി ഹോസ്പിറ്റൽ. വളരെ ഈസിയാണ്, കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഡോക്ടറിനെ ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെങ്കിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ TV സ്ക്രീനിൽ ഷെയർ ചെയ്യാം കേട്ടോ. വരാം, തീർച്ചയായിട്ടും വരാം കേട്ടോ. കാണാൻ വരാം, തിരുവനന്തപുരം കാണാം. അതെ, ഞങ്ങൾക്കൊക്കെ തൃശ്ശൂർ ഭയങ്കര ഇഷ്ടം, അതുപോലെ പാലക്കാട് ഭയങ്കര ഇഷ്ടം, അതുപോലെ ട്രിവാൻഡ്രം ഈ അറ്റത്താണ്. യു ക്യാൻ കം. അതെ, വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. പ്ലീസ് കം. യെസ്, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ വെയിറ്റിംഗ് ആണ് അല്പസമയമായിട്ട്. ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഞാൻ ആഷിക, കോട്ടയത്ത് നിന്ന് വിളിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്ന ഡോക്ടറോട് ചോദിച്ചോളൂ കേട്ടോ ചോദ്യം. ഹായ് ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, ഞാൻ ആഷിക, കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഈ സ്കിന്നിന് ഇങ്ങനെ നമ്മുടെ ഫേസിലാണ് പ്രോബ്ലം. മൂക്കിന് ഇങ്ങനെ ഒരു വൈറ്റ് കളർ, ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കുരു ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഉണ്ട്. നമുക്കത് നേരിട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ അറിയാം.
അത് താടിയുടെ എവിടെയും ഉണ്ട്, ഈ ചുണ്ടിന്റെ കീഴ്ത്താടിയുടെ അവിടെയായിട്ടും മൂക്കിനുമായിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുഖത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പൗഡർ പോലും. അപ്പൊ അതൊത്തിരി വൈറ്റ് ഡോട്ട്സ് ആണോ അല്ല വൈറ്റ് ചെറിയ ചെറിയ കുരുക്കൾ പോലെയാണോ? ആ ചെറിയ ചെറിയ കുരുക്കൾ പോലെ. അത് പൊട്ടിക്കുവാണെങ്കിൽ അത് ഇതായി പോവുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ വരും, അതേ ഉള്ളൂ. അത് വൈറ്റ് കളറാ. അത് യൂഷ്വലി എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ സ്കിന്നിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് നമുക്ക് സ്കിന്നിനും, അത് സ്കിൻ ഒരു അവയവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്കിന്നിന് വന്നിട്ട് അതിനും ശ്വസിക്കണം. അപ്പോൾ അതിനാണ് ചെറിയ 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 നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത ദ്വാരങ്ങൾ ഈ സ്കിന്നിൽ മുഴുവനും ഉണ്ട്. വലിയ മൈക്രോസ്കോപ്പിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. സ്കിൻ ഹാസ് ഗോട്ട് ചെറിയ 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 ഉണ്ട്. അപ്പോൾ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് ക്രീംസ് അധികം ഇടുന്നത്, പിന്നെ പൗഡർ ഇടുന്നത്, ഇതൊക്കെ പുറത്തു പോകുമ്പോൾ അങ്ങനെ ആവശ്യമുള്ള സമയത്ത് മതി. വീട്ടിൽ നിൽക്കുമ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം ഒരു പൗഡർ പോലും വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ക്ലീനാക്കി വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടിരിക്കണം എപ്പോഴും. എന്നിട്ട് ഈ വൈറ്റ് അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ചെറിയ ദ്വാരങ്ങളിൽ അടവ് വന്നിട്ട്, അത് ചിലപ്പോൾ പൗഡർ ആയിരിക്കാം അല്ലെങ്കിൽ ക്രീം ആയിരിക്കാം, എന്തെങ്കിലും അതിൽ കയറി അടഞ്ഞിരുന്നിട്ട്, അല്ലെങ്കിൽ ഡേർട്ട് തന്നെ ആയിരിക്കാം, ഒരു ഡസ്റ്റ് ആയിരിക്കാം, അത് കയറി അടഞ്ഞിട്ട് വൈറ്റ് പോർസ് വരുന്നതാണത്. അത് 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 ചിലപ്പം കുറേ കഴിയുമ്പോൾ പിമ്പിൾസ് ആയിട്ടൊക്കെ മാറി വരാം, അത് ഇൻഫെക്ഷൻ ആയാൽ. സോ അപ്പോൾ ശരിക്കും ആഴ്ചയിൽ 3 ദിവസം സ്ക്രബ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഉപയോഗിച്ച് മസാജ് ചെയ്യാൻ പാടില്ല. സ്കിന്നത് അത്രയ്ക്ക് വന്നിട്ട് നമുക്ക് അതിനെ അലട്ടാതെ തന്നെ സിമ്പിളായിട്ടുള്ള സ്ക്രബ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചെറുപയറും അലോവേര, ചെറുപയർ, പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് അലോവേര എപ്പോഴും ഉണ്ട്, അലോവേര ചേർക്കാം അതിൻ്റെ കൂടെ. പിന്നെ സ്ക്രബ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വൈറ്റ് കളർ പോർട്സ് ഓപ്പൺ ആവണം. അതിനെ ഇപ്പം അടഞ്ഞിരിക്കുകയാണ് അതൊക്കെ. അപ്പം അത് ഓപ്പൺ അപ്പ് ആവാനായിട്ട് നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളുടെ ഇതിൽ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് യു ക്യാൻ യൂസ് ചെറുപയർ നന്നായിട്ട് പൊടിച്ചിട്ട്, കുറച്ച് കടലമാവ്, പിന്നെ ഈ ആസ് യു സെഡ് റോസ് വാട്ടർ ഓർ ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കുറച്ച് നേരം ഒരു 5 to 10 minutes വെച്ചിട്ട് നാച്ചുറലി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും വിശ്വസിക്കാം. കാരണം ഈ വെളിയിൽ കിട്ടുന്ന സ്ക്രബ് എന്നൊക്കെ പറഞ്ഞാലും അതിൽ മണം ചേർക്കാൻ, അതിൽ സ്മെല്ല് വേണം, അതിനവരൊരു കെമിക്കൽ ചേർക്കും. അതെല്ലാം കെമിക്കൽ ബേസ്ഡ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കെമിസ്ട്രിയാണ്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കെമിസ്ട്രി. അപ്പം കെമിക്കൽസ് ഉണ്ടാവും എല്ലാത്തിലും. പൗഡർ പോലെ യൂസ് ചെയ്യാറില്ല, കുറെ നാളായിട്ട് ഇപ്പൊ നിർത്തി വെച്ചിരിക്കും. പൗഡർ പോലും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, ഇത് പേടിച്ചിട്ട്. അപ്പോൾ ഇത് സ്ക്രബ് യൂസ് ചെയ്തോളൂ. അത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. സ്ക്രബ് സ്കിന്നിന് ഡ്രൈ ആക്കും. അത് മാത്രമല്ല 3 times a week ആദ്യം യൂസ് ചെയ്യുക, പിന്നെ പതുക്കെ 2 in a week ആക്കിയാൽ മതി. പിന്നെ എങ്ങനെയെങ്കിലും ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം സ്ക്രബ് ഇട്ടിട്ട് കുറച്ചു നേരം വെച്ച് കഴുകി കളയാൻ നോക്കണം. സ്ക്രബ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യും, പഴയ സ്കിന്നിനെ കളഞ്ഞിട്ട് കുറച്ച് നല്ല പുതിയ സ്കിൻ, പഴയ സ്കിൻ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. സ്കിൻ ഇങ്ങനെ പുതിയത് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കുറച്ച് പഴഞ്ചൻ സ്കിന്നൊക്കെ നമ്മുടെ അവിടെ ബോഡിയിലും മുഖത്തും ഒക്കെ ഒട്ടിയിരിക്കും. സോ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഈ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് ബോഡി സ്ക്രബും നല്ലതാണ്. ഫുള്ളായിട്ട് ബോഡി ഒന്ന് സ്ക്രബ് ചെയ്താലും പഴഞ്ചൻ സ്കിന്നൊക്കെ അങ്ങ് പോയിട്ട് പുതിയ സ്കിൻ നല്ല നീറ്റായിട്ട് നോർമലായിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ തൊലി ഉരിഞ്ഞുരിഞ്ഞ് വരും പോലെ ഇരിക്കും. അത് ഓൾഡ് സ്കിന്നാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 2 വട്ടം പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ചെറുപയർ, കടലമാവ്, പിന്നെ ഈ റോസ് വാട്ടർ, പിന്നെ ചിലപ്പോൾ ചില സമയത്ത് ലൈം ജ്യൂസിൻ്റെ ലെമൺ കുറച്ച് പിഴിഞ്ഞിട്ട് അത് കുറച്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. ചുണ്ടിലൊക്കെ പുരട്ടാനൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. സോ ഈ കോമ്പിനേഷനാണ് പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാൻ നാച്ചുറൽ റെമഡി പറയണമെന്നുള്ളതേ ഉള്ളൂ. സ്ക്രബ്സ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് ഞാൻ ഐ വിൽ നോട്ട് അത് സജസ്റ്റ് ചെയ്യണത് ശരിയല്ല. അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ സ്ക്രബ്സ് കിട്ടും.
ഇപ്പോൾ ഏതെങ്കിലും സ്കിൻ ഡോക്ടറെ അടുത്ത് പോവോ, ഇപ്പോൾ ഞാൻ കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ് ഞങ്ങളുടെ ഇവിടെ സ്ക്രബ്സ് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട്. ബട്ട് ഇഫ് യു നിങ്ങളുടെ ഏരിയയിൽ തന്നെ സ്കിൻ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ മെഡിക്കൽ സ്ക്രബ് തരും. അപ്പോൾ അത് വന്നിട്ട് ഒരിക്കലും അതിൽ മായം ചേർക്കാൻ പറ്റത്തില്ല. അത് മെഡിസിനായിട്ട് വരുന്ന സാധനമാണ്. അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം വീട്ടിലിതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ. ഓൾവേസ് ഗോ വിത്ത് ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. എന്നുവെച്ചാൽ സ്കിൻ ഡോക്ടർ ഹി വിൽ ഡെഫിനറ്റ്ലി വിൽ ഹാവ് അവരുടെ ഫാർമസിയിൽ ഉണ്ടാവും സ്ക്രബ്, ഇത് മെഡിക്കൽ സ്ക്രബ്സ് ഉണ്ടാവും. അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിതുപോലത്തെ ചെറിയ നുസ്കാൻ എന്ന് പറയില്ലേ, ചെറിയ ചെറിയ സംഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അത് തന്നെ നന്നായിരിക്കും. നീറ്റായിട്ട് വെച്ചാൽ മതി. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മേക്കപ്പ് ഇട്ടാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിനെ മാറ്റിയേക്കണം. അപ്പോൾ അതേപോലെ രാത്രിയിൽ ഒരു ഒറ്റ ക്രീമും ഇട്ടിട്ട് കിടക്കരുത്. നൈറ്റിൽ ദയവേത് സ്കിന്നിന് അതിനും ശ്വസിക്കണം, അതിനെ അലോ ചെയ്യുക. ആ 8 മണിക്കൂർ അതിനെ ശ്വസിക്കാൻ സമ്മതിക്കുക. നൈറ്റിൽ മോയ്സ്ചറൈസർ പോലും ഞാൻ ഇടണ്ടെന്ന് പറയും എല്ലാവരുടെ അടുത്തും. മുഖത്ത് ഓക്കെ. സോ അപ്പോൾ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും. സോ മുഖം അല്ലാതെ തന്നെ ഒരുപാട് നമ്മുടെ മേക്കപ്സ് അത് ഇത് പൗഡർ പിന്നെ പൊടി ഇതെല്ലാം മുഖം ഇത് ചെയ്യാണ്, സഹിക്കുകയാണ്. സോ രാത്രിയിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫേസ് വാഷ് വെച്ച് ക്ലീൻ ചെയ്ത്, പിന്നെ സോപ്പ് ഉപയോഗിക്കരുത് ഒരിക്കലും. ഫേസിൽ സോപ്പ് ഇനി എന്ത് അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങ് അത്ര മോയ്സ്ചറൈസർ ഇത്ര മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞാലും സോപ്പ് എന്ന് പറയുന്നത് ആൽക്കലി എന്നുള്ള സാധനം ഇല്ലാതെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, സ്കിന്നിനെ ഡാമേജ് ചെയ്യണത്. സോ മുഖത്തിന് ദയവ് ചെയ്ത്, മുഖത്തിന് മാത്രമല്ല ബോഡിക്കും ബോഡി വാഷ് ആയിരിക്കും നല്ലത്. സ്കിന്ന് എപ്പോഴും ലിക്വിഡ് ഫോമിലുള്ളത് ആൽക്കലി ആവശ്യം വരില്ല, സോപ്പാണെങ്കിൽ ആൽക്കലി വരും. സോ ഫേസ് വാഷ് ഉപയോഗിക്കാം, നല്ല നീറ്റായിട്ടുള്ള ഫേസ് വാഷ്. അതൊരു 3-4 പ്രാവശ്യം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ആക്ച്വലി കോൾസിന് മുമ്പ് സംസാരിച്ച് നിർത്തിയത് സൺസ്ക്രീനിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലാണ്. ഡോക്ടർ, എൻ്റെ ക്വസ്റ്റ്യന് ഞാനൊന്ന് ചോദിക്കാം. അതായത് ഇപ്പോൾ ഈ നമുക്ക് പല ഇൻഫ്ലുവൻസേഴ്സും SPF 25, 30, 50, 60 എന്ന് പറഞ്ഞ് അവർ ശരിക്കും അത്രയും SPF ഒക്കെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ ക്ലൈമറ്റിന് അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ആവശ്യമാണോ? എങ്ങനെയുള്ളവരാണ് യൂസ് ചെയ്യേണ്ടത്? ഏത് ടൈപ്പിലുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്ന്. സൺസ്ക്രീൻസ് പല ഡിഗ്രി ഉണ്ട്. സ്പോർട്സ് സൺസ്ക്രീൻ ഉണ്ട് 110 SPF കാണും. സോ ദാറ്റ് ഈസ് ഫോർ സ്പോർട്സ് പീപ്പിൾ. എപ്പോഴും വെയിലിൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ക്രിക്കറ്റേഴ്സ്, നമ്മുടെ ആത്ലീറ്റ്സ്, ദേ ഓൾ യൂസ് മോർ ദൻ 110 SPF, 110, 150. സോ ഹൈ ലെവൽ സൺസ്ക്രീൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എസ്പെഷ്യലി ഇൻ കേരള ഐ ഫീൽ ഇവിടെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി കൂടുതൽ ഞാൻ കാണാറുണ്ട്. ബിക്കോസ് സൺലൈറ്റ് വളരെ കുറവല്ലേ. അത് വേറെ സ്റ്റേറ്റ്സിൽ ഇരുന്നതുകൊണ്ട് എനിക്കറിയാം ദറ്റ് ഇവിടെ ആക്ച്വലി സൺ ഒരു വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് 6-7 മാസം മഴ പെയ്തുകൊണ്ടേയിരിക്കണം വിട്ടെങ്കിലും. സോ അത്ര ഒരു ഹെവി സൺ, ഇപ്പം ഇത്രയും ഹീറ്റ് വേവ് ഇന്ത്യ മുഴുവനും വന്നിട്ട് കേരളയിൽ മാത്രം ദർ വാസ് നോ ഹീറ്റ് വേവ്. സോ യു ഹാവ് ടു ബി ലക്കി ടു ബി ഇൻ കേരള ഇൻ ദാറ്റ് വേ, ഇൻ എ വേ. അപ്പോൾ ആ ഒരു രീതിയിലെങ്കിലും അപ്പോൾ സോ ആ ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറവാണ്. സോ ബേസിക്കലി ഒരു സമ്മർ ടൈംസ് വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പെർട്ടിക്കുലർ വിൻ്റർ ഇല്ല കേരളയ്ക്ക്. ദർ ഇസ് നത്തിങ് കോൾഡ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഡിസംബർ ജനുവരി വിൽ ബി വെരി ഹെവി. ബട്ട് ഈവൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. പക്ഷേ കേരളത്തിന് അതില്ല. ആ നമ്മുടെ മഴ പെയ്യണ മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഒറ്റ മുണ്ട് മതി. ഒരേ ഒരു ഡ്രസ്സിൽ ജീവിക്കാൻ പറ്റുന്ന ഓൺലി ഇൻ കേരള. ലൈക്ക് സോ അതാ പറയണത്. സോ ദ സച്ച് എ ബ്യൂട്ടിഫുൾ ഗോഡ്സ് ഓൺ കൺട്രി. സോ ആ ഒരു സംഭവത്തിൽ ഈ സ്കിന്നിന് ഇത്ര വലിയ ഒരു ഇവിടെ എല്ലാവർക്കും കുറച്ച് നല്ല സ്കിന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നാച്ചുറലി ഇറ്റ് ഈസ് ബിക്കോസ് ഭയങ്കര സ്കിൻ എക്സ്പോഷർ കുറവാണ്. ഇനി നമ്മൾ എത്ര വെയിലത്ത് നടക്കുന്നവരാണെങ്കിൽ പോലും ഇൻറ്റൻസിറ്റി ഓഫ് അൾട്രാ വയലറ്റ് റേസ് പൊതുവേ കേരളത്തിൽ കുറവാണ്. സോ യൂഷ്വലി നല്ല സ്കിൻ ഉണ്ട്. പിന്നെ ആളുകളായിട്ട് അതിനെ ഓവർ മസാജിങ്ങും ഓവർ പാർലർ സ്പാ ഇതൊക്കെ ഓവർ യൂസേജ് കൊണ്ട് മോശമാക്കാന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് ബേസിക്കലി ചുമ്മാ ഇരുന്നാൽ ഒരുവിധം നമ്മൾ നല്ല സ്കിന്നുള്ളവരാണ്. അതർവൈസ് ആസ് ഫാർ എസ് കേരള ഈസ് വെരി മച്ച് ഡിഫറെൻറ്റ് ഫ്രം ഐ കാൺ സേ അബൌട്ട് ജനറലി ഇന്ത്യ. ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ
സംസാരിക്കാമോ? ഹലോ, കോളർ ലൈനിലുണ്ട് പക്ഷെ റെസ്പോണ്ട് ചെയ്ത്. ഹലോ, കട്ടായി പോയി ഡോക്ടർ. ഇനി ഡോക്ടർ സംസാരിക്കാം. സോ ആസ് ഫാർ ആസ് കേരളത്തിനെ പറ്റിയാണ് ചോദിക്കണമെങ്കിൽ കേരള ഡസൻ നീഡ് മോർ ദൻ 50 SPF. മാക്സിമം 50 SPF എല്ലാ സൺസ്ക്രീൻസിലും അത്രേ കാണുള്ളൂ. ഡോക്ടർ, അതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ കുറച്ച് ബ്രാൻഡ് കോൺഷ്യസ് ആണ്, അത്യാവശ്യം നല്ല പരസ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരസ്യം നോക്കി പോലും വാങ്ങുന്നവരാണ് നമ്മൾ. I am absolutely, let me say, I may be old fashioned or what, I am absolutely against this brand business. ഈ എല്ലാം ഉണ്ടാക്കുന്ന ഒരേ സ്ഥലത്താണ്. I have seen shirts being made in Tirupur where all are made in the same place, same mill, and Louis Philippe other either netted they give it in export. Something which I have seen with my eyes, seen the factory owner himself have told, see, we are doing the Louis different types of cloth ആയിരിക്കും, but only thing is shipmentലേ പോവുള്ളൂ. അത് വെളിയിൽ നമുക്ക് ലോക്കലി വിൽക്കാൻ പാടില്ല. അവിടെ ലൂയി ഫിലിപ്പ് എന്നുള്ള സ്റ്റിക്കർ വരെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. You go to Tirupur near Coimbatore, you can see immense factories producing Louis Philippe, Peter England, what not. I think a lot of branded. So I don't believe in this brands. Brand എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ലേബൽ അടിച്ചു കഴിഞ്ഞാൽ നോർമൽ 500 രൂപയുടെ സാധനം 5000 രൂപയുടെ സാധനവും. ഐ ഹവ് സീൻ ദാറ്റ് വെരി മച്ച്. ഒരു സാധാ കടയിൽ പോയി സെയിം സാധനം വാങ്ങില്ല. പിന്നെ ചിലതൊക്കെ വിൽ ഹാവ് ടു അക്സെപ്റ്റ്, അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ കാരണം ഷൂസ് ഐ തിങ്ക് ബ്രാൻഡ്സിലേക്ക് പോകുന്നത് മേ ബി അവരുടെ സ്റ്റിച്ചിങ് വൈസ് അവർ നല്ലതായതുകൊണ്ട് ലോങ് റണ്ണിൽ പൊളിഞ്ഞു വരാതിരിക്കും. നോർമൽ ഷൂസൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് വെയർ ഓഫ് ചെയ്യും നമ്മൾ റെഗുലർ യൂസേജ് ആണെങ്കിൽ. സോ അതൊക്കെ തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറച്ച് ഇവർ ഈ ബ്രാൻഡ്സ് അഡിഡാസ് അങ്ങനെ കുറേ ബ്രാൻഡ്സ് ലഭ്യമാണ് അങ്ങനെ. സോ ദോസ് തിങ്സ് ആർ ഓൾ ഓക്കെ. ബട്ട് അതർവൈസ് ഇൻ കോസ്മെറ്റിക്സ് ദയവേത് ബ്രാൻഡ് വഴി പോവുകയും ചെയ്യരുത്. അവർ കോമ്പറ്റീഷൻ ഈ സ്കിൻ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾ സൗന്ദര്യത്തിന് വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. സി നൗ ഓൾ ആർ ഡൂയിങ് കോമൺ മെൻ. ഞാൻ അതിശയിച്ചു പോയെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ കേട്ടിട്ടുള്ള ഈ പ്ലാസ്റ്റിക് സർജറി സിനി സ്റ്റാർസ് ചെയ്യുന്നു അല്ലെങ്കിൽ സീരിയൽ സ്റ്റാർസ് ചെയ്യുന്നു എന്നൊക്കെയല്ലേ നമ്മൾ യൂഷ്വലി കേൾക്കുന്നത്. ബിക്കോസ് അവർ മൂക്കിനെ കറക്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്യുന്നു, ജോ കറക്റ്റ് ചെയ്യുന്നു, ലിപ്പ് കറക്റ്റ് ചെയ്യുന്നു, പല കറക്ഷൻസ് അവർക്ക് പ്ലാസ്റ്റിക് സർജറി. മോസ്റ്റ് ഓഫ് ദം ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി സിനി ആൻഡ് സീരിയൽ ആൻഡ് ആക്ടേഴ്സ് ദേ ആർ ഓൾ കറക്റ്റഡ് ആണ്. ഇന്റർഫിയർ ചെയ്യുന്ന അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? പാലക്കാട്ട് നിന്ന് ആരതിയാണ്. ഓക്കെ ആരതി, ഇന്നത്തെ വിഷയം സ്കിൻ ആൻഡ് ന്യൂട്രീഷൻ ഉണ്ട്. പുനർജനി ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്വീറ്റി ഉണ്ട്, സംസാരിച്ചോളൂ. യെസ് ഡോക്ടർ, ഇപ്പൊ 1 മാസമായിട്ട് എന്റെ ഈ കൈയിന്റെ 2 ഭാഗങ്ങളിലും ഇടയിലും ബ്രസ്റ്റിന്റെ താഴേക്ക് ഇങ്ങനെ നല്ല ചൊറിച്ചിലുണ്ടാവും. എന്നിട്ട് ചുവപ്പ് നിറത്തിൽ തരുതരുന്നതിന് കുരു ഉണ്ടാവും. അത് എന്നിട്ട് ഒരു ഇത് കാണിച്ചു, സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോ അവര് പറഞ്ഞു ചൂട് കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ അത് എന്താണ്, അപ്പൊ മരുന്ന് കഴിച്ചപ്പോ കുറച്ച് കുഴപ്പമില്ല. പക്ഷെ ആ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ചുവപ്പൊന്ന് പോയി കറുപ്പ് നിറമായിട്ടുണ്ട് സ്കിന്ന്. അപ്പൊ അതിന് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു സ്കിൻ ക്രീംസ് തരും ആ കറുപ്പ് മാറാനായിട്ട്. അവരുടെ കയ്യിൽ കാണും, അവര് പറഞ്ഞു നമ്മള് കൊടുക്കാറുണ്ട് അങ്ങനെ. അതെ, പറഞ്ഞോളൂ. ചൂടും കൊണ്ട് വന്നതാണ്, ഇപ്പൊ നല്ല വെയിലല്ലേ അതുകൊണ്ട് വന്നതാണ്, ഇത് കഴിച്ചാൽ മാറുന്നു പറഞ്ഞു. ശരി. അപ്പൊ രാവിലെ ഒരു ഗുളിക തന്നു, വൈകുന്നേരം ഒരു ചെറിയ ഗുളികയുടെ പകുതിയും കഴിക്കാൻ പറഞ്ഞു, ഒരു ഓയിന്റ്മെന്റും തന്നു. ഭേദമുണ്ട്. ഇനി അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പടർന്നു പോവോ അതോ കഴിക്കേണ്ടി വരുമോ? ശരിക്കും വെയിലത്ത് എക്സ്പോസ് ആവുന്ന ആളാണോ? ഒരുപാട് വെയില് കൊള്ളുന്ന അല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത് കൊടയോ അങ്ങനെ വല്ല യൂസ് ചെയ്യണം, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, സ്കിൻ കുറച്ച് അലർജിക് ആണെന്ന് തോന്നുന്നു, അതാ ഈ ചുമന്ന കളർ വന്നത്. സോ അതായിരിക്കും രാത്രി തന്ന ചെറിയ ഗുളിക, ആന്റി അലർജിക് ആയിരിക്കും. സോ അപ്പൊ ബേസിക്കലി കുറച്ച് സ്കിൻ അലർജി ഉള്ള ആളാണ്. സോ കൂടുതലും ഈ വെയിൽ, അതായത് ഈ വേർപ്പ് തങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്
നമുക്ക് ഈ ആൻറ്റിസെപ്റ്റിക് പൗഡേഴ്സ് ഉണ്ട്, ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടത്. സോ അത് റെഗുലർലി ഡ്രസ്സ് ഇടുന്നതിന് മുമ്പേ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട്, അത് പൗഡർ ഡസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സസ് ഇട്ടാൽ കുറച്ച് ഈ ചൂടിൻ്റെ അല്ലെങ്കിൽ സ്വെറ്റിൻ്റെ കൊണ്ടുണ്ടാവുന്ന ഇൻഫെക്ഷനാണ് ഇപ്പോൾ കാണുന്നത്, അതും അലർജിയും കുറച്ച് കുറയും. പിന്നെ റെഗുലർലി ആ കറുപ്പ് മാറാനുള്ള ഇത് അലർജിയും പ്ലസ് ആ ബ്ലാക്കനിങ് മാറാനുള്ള കോമ്പിനേഷൻ ക്രീംസ് യൂസ് ചെയ്താൽ അത് പതുക്കെ പതുക്കെ മാറും. അത് ഓക്കെ. സോ വേറെ സ്ഥലങ്ങളിലേക്ക് പടർന്നു പോവില്ലല്ലോ? അത് വേറെ സംഭവങ്ങളിലേക്ക് ചൊറിച്ചിലുണ്ടോ പടർന്ന്? ചൊറിയും പിന്നെ ചുവപ്പ് നിറത്തിൽ. അതെ പറഞ്ഞു. അപ്പൊ കുറച്ച് അലർജിക്കാണ്. അപ്പൊ അലർജി കുറച്ച് ദിവസത്തേക്ക് ട്രീറ്റ് ചെയ്യണം. ആൻഡ് ഈ പടരാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ വന്നിട്ട് അതിന്റെ പ്രിക്കോഷൻ എടുക്കണം. ഒന്ന്, ഫസ്റ്റ് തിങ് നമുക്കൊന്ന് സ്കിൻ എപ്പോഴും ക്ലീൻ ആയിട്ട് വച്ചേക്കുക. സോപ്പ് അധികം ഉപയോഗിക്കരുത്. കുറച്ച് അലർജിക് ആയിട്ടുള്ളവർ സോപ്പ് അധികം ഉപയോഗിക്കാതിരിക്കണം നല്ലത്. ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഫേസിന് ഫേസ് വാഷ് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ഈ പൗഡർ, ആൻറ്റിസെപ്റ്റിക് പൗഡർ ഡോക്ടറുടെ അടുത്ത് തന്നെ ചിലപ്പോൾ കാണും. അതുണ്ടെങ്കിൽ ഡസ്റ്റ് ചെയ്താൽ സ്വെറ്റ് ഉണ്ടെങ്കിൽ അതിനെ അത് പിടിച്ചെടുത്തോളും. അല്ലാതെ ഇൻഫെക്ഷൻ വരാതിരിക്കാനും യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ ചൂടുകാലം മാറിയതുകൊണ്ട് ആക്ച്വലി പറഞ്ഞാൽ കുറയണം. പക്ഷെ ഒരു അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് നൈറ്റ് ഒരു ഗുളിക ഒരു 3 monthsത്തേക്ക് കഴിക്കണം, നല്ലതായിരിക്കും. സോ ദാറ്റ് ഈ ഹെവി അലർജി വന്നിട്ട് പിന്നെയാണ് അതിൻ്റെ പുറത്ത് ഇൻഫെക്ഷൻ വരുന്നത്, അതാ ചൊറിച്ചിൽ വരുന്നത്. ഞാൻ കാണിച്ച ഡോക്ടർ പറഞ്ഞു 3 മാസത്തെ കോഴ്സാണ്. ആ 3 മാസം ഫുള്ളായിട്ട് അവര് മധുരം പിന്നെ ചിക്കൻ, മട്ടൺ, ബീഫ് അങ്ങനെയുള്ളതൊന്നും കഴിക്കണ്ട, ഒക്കെ ഒന്ന് അതൊക്കെ ഒരു കുറച്ച് ഈ 3 മാസത്തെ കോഴ്സ് കഴിയണവരെ അതൊക്കെ ഒന്ന് നിർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കറക്റ്റ് ആണ്. ഇതെല്ലാം സ്കിന്നിനെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് വെരി റൈറ്റ്. ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചാൽ പൗഡർ തരും പുള്ളി. അപ്പോൾ ഈ സ്കിന്നിലൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അധികം വേർക്കാതെ വേർപ്പിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ഈ കുരുക്കൾ മാറും. പിന്നെ കറുപ്പ് മാറാനുള്ള ക്രീം തീർച്ചയായിട്ടും അതേ ഡോക്ടറെ അടുത്ത് തന്നെ കാണും, ചോദിച്ചാൽ മതി. ബ്ലാക്കനിങ് മാറാനുള്ളത് അവർ തരും, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും അവിടെയും കാണും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു സൺലൈറ്റ്, ഫുഡ്, വെള്ളം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ സോഴ്സസ്. അപ്പോൾ നമ്മൾ സൺലൈറ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. സൺലൈറ്റ് ആസ് ഫാർ ആസ് കേരള മറ്റ് സ്റ്റേറ്റ്സിനെ പോലെയല്ല, കേരള ഈസ് മച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. സൺലൈറ്റ് അത്രയും അധികം ഒരു 12 months ഓൾമോസ്റ്റ് 8 months റെയിൻ ഉണ്ട്. ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോൾ പിന്നെ ഒരു ഡെഫിനറ്റീവായിട്ടുള്ള സമ്മറും ഇല്ല വിൻ്ററും ഇല്ല. കേരള ഈസ് വെരി മച്ച് ഡിഫറെൻറ്റ് ഫ്രം എനി പാർട്ട് ഓഫ് ഇന്ത്യ. സോ ദ ഗുഡ് തിങ് ഈസ് ഇവിടെ വന്നിട്ട് ഒരു പർട്ടിക്കുലർ സമ്മർ ഭയങ്കര ചൂടുള്ള ഒരു മാർച്ച്, ഏപ്രിൽ, വേറെ ഇടത്തൊക്കെ പോയ ഈ വർഷം കണ്ടല്ലോ ഹീറ്റ് വേവ് ആയിരുന്നു, കേരളത്തിലില്ല. വിച്ച് മീൻസ് കേരള ഈസ് ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ അത് കാരണം ഈ മാർച്ചിൽ കുറച്ച് ചൂട് നമ്മൾ അനുഭവിച്ചു. അവിടെയെല്ലാം 45-48 പോയപ്പോൾ നമുക്ക് 36 അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പം സൺലൈറ്റ് എക്സ്പോഷർ ഇവിടെ കുറവാണ്. ആക്ച്വലി ഒരു 8 months വിട്ട് മഴ പെയ്യുന്നുണ്ട്. ഭയങ്കരമായ ഹീറ്റ് വേവ് വരത്തക്ക ഉള്ള സൺലൈറ്റ് ഇല്ല. ഹോൾ കൺട്രിയിൽ വന്നപ്പോഴും കേരളത്തിലില്ല. കേരള വാസ് ദ ഓൺലി സ്റ്റേറ്റ് വിച്ച് ഡിൻറ്റ് ഹാവ് എ ഹീറ്റ് വേവ് ഈ സമ്മറിൽ. സോ അതുകൊണ്ട് ഇവിടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് കോഴ്സ് സൺസ്ക്രീൻ വേണം. പക്ഷേ സൺസ്ക്രീന് വന്നിട്ട് ദയവേത് ബ്രാൻഡിൻ്റെ പേര് വലുതാക്കി അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കണ വെച്ചിട്ട് എല്ലാ കോസ്മെറ്റിക്സും വാങ്ങിക്കരുത്. അതൊക്കെ തന്നെയാണ് സ്കിന്നിനെ സ്പോയിൽ ചെയ്യുന്നത്. സോ ഈ ബ്രാൻഡിങ് ഇസ് ഐ എം നോട്ട് അറ്റ് ഓൾ, ബിക്കോസ് ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡ് അഡ്വർടൈസ് ചെയ്ത് വലുതാക്കുന്നത് കൊണ്ട് ബ്രാൻഡ് ഇടുമ്പോൾ ഒരു സാധനത്തിൻ്റെ വില 0 കൂടെ കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തിട്ടും അത് കേൾക്കുന്നില്ല. അവർ അഡ്വർടൈസ്മെൻറ്റ്സിൽ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ
നോർമലായിട്ട് എനിക്ക് തോന്നുന്നു മെഡിക്കലി പോകുന്നതായിരിക്കും നല്ലത്. സോ ഇപ്പോൾ മെഡിക്കൽ സൺസ്ക്രീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം നമ്മുടെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ക്രീം അല്ല, വി ഗിവ് സൺസ്ക്രീൻ ജെൽ. ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പാച്ചസ് ആയിട്ട് വരും, ഒട്ടി വരും. സോ സ്കിന്നിൻ്റെ ബേസ് മേക്കപ്പായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ മോയ്സ്ചറൈസർ ഇടണം ആദ്യം കുളിച്ച ഉടനെ, ദെൻ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടണം ചൂടുകാലത്തല്ല, അല്ലാത്ത ഇതിലും മിനിമം ഇസ് 50 SPF ഉള്ളതായിരിക്കും യൂഷ്വലി എല്ലായിടത്തും കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അത് മെഡിക്കൽ സൺസ്ക്രീൻ ജെൽസ് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആണ്. എന്താ വെച്ചാൽ മറ്റതിൽ ഇപ്പോൾ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിലവർ മണം ചേർക്കും, അതെ, ബ്ലീച്ചിങ് ഇഫക്റ്റ് ചേർക്കും. എന്നുവെച്ചാൽ അവരുടെ പ്രോഡക്റ്റിന് ഹൈപ്പ് കിട്ടാനായിട്ട് ബ്ലീച്ചിങ് ഇഫക്റ്റ് ചേർക്കുമ്പം നല്ല ഇത്തിരി വെളുത്ത പോലെയൊക്കെ തോന്നും പെട്ടെന്ന് സ്കിന്ന്. ഓട്ടോമാറ്റിക്കലി അത് നിർത്തുമ്പോൾ അത് കുറയുകയും ചെയ്യും. സോ ഈ ഇഫക്ട്സ് ഒക്കെ ചേർത്തിട്ടാണ് ഈ വലിയ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കുറേ എല്ലാം ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ്. സോ ദേ വിൽ ഗോ ടു ഏത് ലിമിറ്റ് വരെ വേണമെങ്കിലും പോവും അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട്. ടാറ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് ഈ കോസ്മെറ്റിക്സിൽ വരുന്നത്. കൂടുതലും നോക്കിയാൽ അതറിയാൻ പറ്റും. പിന്നെ ഈ നമ്മുടെ എന്താണ് പോത്തോ അതിൻ്റെയൊക്കെ ഈ കുടലിൻ്റെ ഭാഗമൊക്കെ കൂടെ അരച്ചിട്ട് അതിനെയൊക്കെയാണ് ഇതിൽ ക്രീംസിൽ യൂസ് ചെയ്യുന്നത്. സോ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്ത് വലിയ ബ്രാൻഡല്ല എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാക്കണം. മേ ബി സെയിം ഫാക്ടറിയിലായിരിക്കും ചിലപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നത്. ഇറ്റലി ഈസ് ഫേമസ് ഫോർ ദെയർ ബ്രാൻഡ്സ്. ഇറ്റലിയിലൊക്കെ ദേ ഓൾമോസ്റ്റ് ഡൂ ഇറ്റ് ഇൻ ദ സെയിം. ചെറിയ ഒരു നാടാണ്, വെരി സ്മോൾ, കേരളത്തിൻ്റെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അത് ചെറിയ സ്ഥലമാണ്, അവിടെ ചെറിയ സ്ഥലങ്ങളിലാണ് ദേ മേക്ക് ഇറ്റ്. ബട്ട് ദേ അവരാദ്യമേ ബ്രാൻഡഡ് സംഭവങ്ങൾ ഫേമസ് ആക്കിയവരായതുകൊണ്ട് എല്ലാം നമ്മുടെ നോക്കിയാൽ മാക്സിമം ഇറ്റാലിയൻ ബ്രാൻഡ്സ് ആയിരിക്കും ഹൈപ്പർ ചെയ്യുന്നത്. സോ ഫാഷൻ വൈസ്, സോ ഇൻ ദാറ്റ് കേസ് അതിലൊന്നും ചെറിയൊരു നാട്ടിൽ എന്ത് ചെയ്യും, അവരൊരു എല്ലായിടത്തും ഉണ്ടാക്കിയിട്ട് അതിന് ഓരോരോ ബ്രാൻഡ് നെയിം കൊടുക്കും. ഒരേ കോമ്പറ്റീറ്റർ തന്നെ 3 ബ്രാൻഡ്സും ഒരേ ആൾ തന്നെ. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഗോദ്രേജ് എന്നൊരു കമ്പനിയുണ്ട്, അവർക്ക് തന്നെ 4 ടൈപ്പ് ഓഫ് സോപ്പുണ്ട്, 4 പേരിലുള്ള. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിനെ തന്നെ കമ്പീറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബിസിനസ്. ബ്യൂട്ടി ഈസ് ഓൾ അബൌട്ട് ബിസിനസ്. സ്കിൻ ഈസ് ഓൾ അബൌട്ട് ബിസിനസ്. സോ സ്കിന്നിൽ അത് ചെയ്യാം, സ്കിന്നിൽ ഇത് ചെയ്യാം, സ്കിന്നിൽ 7 ദിവസം കൊണ്ട് വെളുപ്പിക്കാം. 7 ദിവസം കൊണ്ട് ആരെങ്കിലും നമുക്ക് വെളുപ്പിക്കാൻ പറ്റും? കുടുംബമായി വെളുപ്പിക്കാം 7 ദിവസം കൊണ്ട്. അല്ലാതെ അതും 7 ദിവസം കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ കാണിക്കണ എന്താണ്, വാട്ട് ഡു ദേ ഷോ ടു ദ ലിറ്റിൽ ചിൽഡ്രൻ? എന്താണ് ഈ കാണിക്കുന്ന ഈ എല്ലാ അഡ്വർടൈസ്മെൻറ്റിലും ഇങ്ങനെ 7 ഫോട്ടോ വരും, ഒരാൾ വെളുത്ത് വരും. ഈ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും വാട്ട് ഈസ് ദ ബിഗ് ഡീൽ? യുവർ സ്കിൻ ഷുഡ് ലുക്ക് ഗുഡ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വെളുപ്പ് കറുപ്പ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ നോട്ട് ബ്രിട്ടീഷ്. നമ്മളെല്ലാവരും ഭയങ്കര വൈറ്റ്സ് ഒന്നുമല്ല. ഒരാൾ വെളുപ്പ് ഒരാൾ കറുപ്പെന്ന് പറയാം. നമ്മളെല്ലാം ബ്രൗൺസ് ആണ്. വാട്ട് എവർ സ്കിൻ വി ഹാവ് ഇറ്റ് ഇസ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യണം? വി ആർ ബ്രൗൺസ്, വി ആർ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൻസ്, ഓൾവേസ് ദർ. എന്തുകൊണ്ടാണ്? നമ്മുടെ തൊലിയുടെ കളറുണ്ട്. സോ നമ്മളിവിടെ കുറേ പേര് ബിഹേവ് ചെയ്യണ കണ്ടാൽ തോന്നും അവർ ബ്രിട്ടീഷുകാരാണ്. ഇച്ചിരി പാവം നിറം കുറഞ്ഞു പോയവർ ദേ ആർ എന്തോ വലിയ നീഗ്രോസ് പോലെ. ദീസ് പീപ്പിൾ ആർ റിയലി ക്രേസി. വാട്ട് എവർ ഐ ടെൽ ദ ഗേൾസ്, ബി കോൺഫിഡൻറ്റ്. ഓഫ് കോഴ്സ് ഇച്ചിരി വെളുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വി ഹാവ് പ്രോട്ടീൻസ് വിച്ച് ക്യാൻ മേക്ക് സ്കിൻ ലൈറ്റനിങ്. സോ അത് വേണം, സൗന്ദര്യം ഇച്ചിരി വേണം തോന്നുകയാണെങ്കിൽ വി ആർ ഗിവിങ് സ്കിൻ ലൈറ്റനിങ്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓഫ് കോഴ്സ് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, കുറച്ച് എൻ്റെ നിറത്തിൽ നിന്ന് കുറച്ചും കൂടെ ഞാൻ ബെറ്റർ നിറം കിട്ടിയാൽ അല്ലേ. എന്നുവെച്ചാൽ നിറം ഹാസ് ബിക്കം എ ബിഗ് ഡീൽ. ഇപ്പോൾ നിറം മെലിയാൻ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എത്ര രൂപ കൊടുത്ത് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കും. ഷോർട്ട് കട്ട്സ് ആണത്. സോ ബട്ട് ടെക്നിക്കലി മെഡിക്കലി വി ഹാവ് തിങ്സ് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനുള്ളത്. അതായത് ഈ ടാൻ വീണിട്ട് ഒരു കറുപ്പ് വരുമല്ലോ, അതിനെയൊക്കെ നമുക്ക് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ വി ഹാവ് പ്രോട്ടീൻ ഇഞ്ചെക്ഷൻസ്, വി ഹാവ് ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്, ന്യൂട്രീഷനാണ് കൊടുക്കുന്നത്. അതിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. സ്കിന്നിന് നന്നായിട്ട് പെട്ടെന്ന് വെയിലത്ത് പോകുമ്പോൾ കറുപ്പിക്കുന്ന മെലാനിൻ എന്നുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ സോ ദ അതർ സൈഡിൽ വേറൊരു പ്രോട്ടീൻ ഉണ്ട് വിച്ച് ക്യാൻ ഇൻക്രീസ് അതിനെ അപ്പോസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രോട്ടീൻ ബോഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് നമ്മളുടെ ആളുകളിൽ അത് കുറച്ചേ ആക്ട് ചെയ്യുള്ളൂ. വി ബ്രൗൺസ്
ഒരുപാട് സൺലൈറ്റ് എക്സ്പോഷറിൽ അത് കുറച്ചേ ആക്ട് ചെയ്യുള്ളൂ. വൈറ്റ്സിനൊക്കെ അത് കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, മെലനിൻ കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ സ്കിൻ കുറച്ചും കൂടെ ഫെയർ ആയിരിക്കണം നമ്മുടെയൊക്കെ കാട്ടിലും. സോ അതുകൊണ്ട് ഈ ചെറിയ സ്വിച്ച് ഓവർ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മെലനിനെ കുറച്ചിട്ട് കുറച്ച് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ. അപ്പോൾ ഒരുവിധം നിറം കിട്ടാൻ മെനി ഗേൾസ് ഈ മറ്റേ ഇതിന് മാരേജിന് മുമ്പേ വരാറുണ്ട്. ഒരു 3 months ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ നോർമൽ കളറിൽ നിന്ന് കുറച്ചും കൂടെ കളർ കിട്ടും. അതിൽ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദർ ഇസ് നത്തിങ് റോങ്, ബട്ട് ഇറ്റ് ഈസ് ഡൺ മെഡിക്കലി. സോ വി നോ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ആൻഡ് ദറ്റ് പ്രോട്ടീൻ ഷുഡ് ബി യൂസ്ഡ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ന്യൂട്രീഷൻ പറഞ്ഞു കൊടുക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സ്കിന്നിൻ്റെ എക്സ്പോഷർ ടു സൺലൈറ്റ് കുറയ്ക്കുക. സൺലൈറ്റ് എപ്പോഴും ഡാമേജ് തന്നെയാണ്. സ്കിന്നിന് ഇനി എന്തൊക്കെ പറഞ്ഞാലും സ്കിന്നിന് നന്നായിട്ട് ഇപ്പോൾ ഉള്ള സൺലൈറ്റ് പഴയതുപോലെയല്ല. ഇപ്പോൾ UV ഇപ്പോഴെന്നല്ല എപ്പോഴായാലും ഒരുപാട് നേരം നമുക്കിപ്പോൾ ആത്ലീറ്റ്സിനെ കണ്ടാൽ അറിയാം, അവർ ഇത് നിർത്തി കഴിഞ്ഞിട്ട് അവരുടെ ഫേസ് സ്കിന്നെല്ലാം വേറെയാണ്. ഫുൾ ടൈം ഐ ഹാവ് ബീൻ എൻ ആത്ലീറ്റ്, ഫുൾ ടൈം പ്ലേയിങ് ബാസ്കറ്റ്ബോൾ ഇൻ ദ സൺലൈറ്റ്. സോ ഐ നോ ഹൗ ഐ യൂസ് ടു ലുക്ക് ആൻഡ് ഹൗ അത് നിർത്തിയപ്പോൾ പിന്നെ ദ ഡിഫറൻസ് ദറ്റ് ഷോഡ് ഇൻ ദ സ്കിൻ വാസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അറിയുകയില്ല, ബിക്കോസ് ആ സ്കിൻ എക്സ്പോഷർ ഒരു ലിമിറ്റിന് മുകളിലായാലും ഭയങ്കരമായിട്ട് നമുക്ക് വന്നിട്ട് ഇത് ചെയ്യും. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും എല്ലാ കുട്ടികൾക്കും ഒരാഗ്രഹം കാണും, അവർക്ക് കുറച്ച് നിറം വയ്ക്കണം. ഡെഫിനറ്റ്ലി ദറ്റ് ഈസ് ബീയിങ് ഡൺ നൗ. സ്കിൻ ലൈറ്റനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിന് അവകാശമുണ്ട് അവർക്ക്. ദേ ക്യാൻ ബി ബ്യൂട്ടിഫുൾ, ബട്ട് ഇറ്റ് ഷുഡ് ബി ഡൺ മെഡിക്കലി, സയൻറ്റിഫിക്കലി, നോട്ട് ബൈ 7 days ക്രീം ഇട്ട് മാറ്റുന്നത് എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരുടെ പൈസ മുഴുവൻ കളയണത്. ദാറ്റ് ആർ നോട്ട്. കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുക, സയൻറ്റിഫിക്കായിട്ട് മെഡിക്കലി എന്ത് ചെയ്യാൻ പറ്റും അതിലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അല്ലാതെ മുഖത്ത് മാത്രം ഒരു ക്രീം ഇട്ട് എത്ര നേരം അത് അതിൽ ആക്ട് ചെയ്യും? അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കഴിഞ്ഞു. പിന്നെ ബ്ലീച്ച് ചെയ്യുന്നുണ്ട്. ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, അവർ വന്നിട്ട് അതിലുള്ള ചെറിയ ചെറിയ മുഖത്തുള്ള മുടികളില്ലേ, അതിന് ആ കറുത്ത മുടികളെ ബ്ലീച്ച് ചെയ്യുമ്പോൾ ഒരു ഫേസ് വൈറ്റ് ചെയ്യുക, കുറച്ച് കളറുള്ള പോലെ കാണിക്കുക. ഒരു 2 ആഴ്ച കഴിയുമ്പം അത് വീണ്ടും കറുത്ത നിറത്തുള്ള കൊച്ചു കൊച്ചു മുടികളുണ്ട് നമ്മുടെ മുഖത്ത്, അത് വിൽ ബിക്കം ഇത്. സോ പ്ലീസ് ഡോണ്ട് ഈ ഓവറായിട്ട് സ്കിന്നിനെ വന്നിട്ട് മസാജ് ചെയ്യുക. പിന്നെ പാർലറിൽ എന്നും പാർലർ അഡിക്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ പാർലറിൽ പോയില്ലെങ്കിൽ കൈ വിറയ്ക്കണ പോലെ ഇരിക്കും അവർക്ക്, മറ്റേ വെള്ളം അടിച്ചില്ലെങ്കിൽ ആൽക്കഹോളിസം പോലെ. സോ ദോസ് സോർട്ട് ഓഫ് പീപ്പിൾ ഐ ഹവ് സീൻ 2 ആഴ്ചയായി പാർലറിൽ പോയിട്ട് അതിന് ഓടിപ്പോകുന്നവരുണ്ട്. സോ അങ്ങനെ ഉള്ള അൺനെസസറി ഞാൻ എപ്പോഴും പറയും, സ്കിന്നിന് ഫോർ എവറി ലേഡി, ഗേൾസ് തൊട്ട് തുടങ്ങി ലേഡി വരെ എല്ലാവർക്കും സ്കിന്നിൻ്റെ മസിൽസ് ആർ വെരി വെരി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതാണ്. സോ അതിനെ ചുമ്മാ ഇട്ട് ഇത്രയും മസാജ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഇറ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ തുടങ്ങും, സാഗ് ചെയ്യാൻ തുടങ്ങും. സോ സ്ഥിരം പാർലറിൽ പോണ ആളുകൾ ഒരു 38, 35 ഇയേഴ്സിലെ കടലിൽ നല്ല വയസ്സായ പോലെ ഇരിക്കും. പഴയ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും 40-45 വയസ്സിൽ ദേ ലുക്ക് യങ്. ബിക്കോസ് ഈ ഓവർ സ്കിന്നിനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്, ഫസ്റ്റ് തിങ്. പിന്നെ വെള്ളമാണ് സ്കിന്നിൻ്റെ മരുന്ന്. 4 ലിറ്റർ എന്ന് പറയുമ്പോൾ 4 ബോട്ടിൽ തലേദിവസം രാത്രിയെ വേണമെങ്കിൽ തിളപ്പിച്ചാറി എടുത്ത് വെച്ചേക്കാം. നോട്ട് ഇൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്ലീസ്, സ്റ്റീൽ ഓർ കോപ്പർ ബോട്ടിൽസ് വിൽ ഡു ദ ഗുഡ്. സോ 4 എണ്ണം വെച്ചേക്ക്. രാവിലെ വെറും വയറ്റിൽ ചെറു ചൂട് വെള്ളത്തിൽ നിന്ന് തുടങ്ങി കുടിച്ച് ഈ വൈകിട്ട് ഒരു 6 മണിക്കകത്ത് ജോലിക്ക് പോണവർക്ക് 1 ബോട്ടിൽ കൊണ്ടുപോകാം, 3 ബോട്ടിൽ വീട്ടിൽ കുടിക്കാൻ വന്നിട്ട് പോകണതിന് മുമ്പേയും. സോ 4 bottles എനിബഡി ക്യാൻ ഡു. അത് നടക്കില്ലെന്ന് തന്നെ. പിന്നെ ബോട്ടിലിൽ നിന്ന് തന്നെ എടുത്ത് കുടിക്കണം, ഗ്ലാസ്സിൽ ഒഴിച്ച് നമ്മൾ കുടിക്കത്തില്ല. സോ ബോട്ടിലാവുമ്പോൾ പെട്ടെന്ന് ഹാഫ് എ ബോട്ടിലൊക്കെ നമുക്ക്. സോ ഫസ്റ്റ് മരുന്ന് ന്യൂട്രീഷൻ, വാട്ടർ, 4 liters ഓഫ് വാട്ടർ ആസ് വാട്ടർ. അതല്ലാതെ ജ്യൂസ്, കോഫി, ടീ ഇതെല്ലാം ക്യാൻ ബി ആഡഡ് ആസ് 1 more liter. സോ 5 liters കംപ്ലീറ്റ് ചെയ്യും നമ്മൾ. സോ ഇത് വൈകിട്ട് ഒരു 6 മണിക്കകത്ത് 7 മണിക്കകത്ത് തീർത്താൽ 8-നകത്ത് യൂറിൻ പോയി തീരും. കിടന്നുറങ്ങുമ്പോൾ പ്രോബ്ലം ഉണ്ടാകും. സോ സ്കിന്നിന് ഏറ്റവും നല്ല മെഡിസിൻ ഈസ് വാട്ടർ. അതിനപ്പുറത്ത് ഒരു നല്ലൊരു ന്യൂട്രീഷൻ ഇല്ല. സെക്കൻഡ് ന്യൂട്രീഷൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇപ്പോൾ ഡയബറ്റിക് അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എനി ടൈപ്പ് ഓഫ് ഫ്രൂട്ട് വിച്ച് ഇസ് ഗുഡ്, എനി ടൈപ്പ് ഓഫ് വെജിറ്റബിൾ നമുക്കിഷ്ടമുള്ളത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലർ ഈ ബീറ്റ്റൂട്ടൊക്കെ അതിന് നല്ലതാണ്, സ്കിന്നിന് നല്ലത്. പ്ലീസ് ഡോണ്ട്, ഇഫ് യു ഡോണ്ട് ലൈക്ക് ഡോണ്ട് ടേക്ക് ഇറ്റ്. അത് വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും. പിന്നെ ആസ് യു ആസ്ക്ഡ്, വൈറ്റമിൻ ഇ, omega-3 ഫാറ്റി ആസിഡ്സ് ഇതൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുമാത്രമല്ല ABCDEK ഇതെല്ലാം ദീസ് ആർ ഓൾ ഗുഡ് വൈറ്റമിൻസ്. അപ്പോൾ ഇത് നമ്മുടെ ഈ നെയ്മത്തി എന്നൊക്കെ പറയുന്ന മലയാളികളുടെ സ്കിൻ എപ്പോഴും നല്ലതാണെന്ന് വെളിയിലുള്ള നാട്ടുകാർ, സ്റ്റേറ്റ്സിലുള്ളവർ പറയും. ദാറ്റ്സ് ബിക്കോസ് യൂസ് ഓഫ്
ഫിഷിൻ്റെ പുറത്ത് ആ നെയ്യ് വരുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് omega-3 fatty acids. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി സ്കിന്നിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇ ഓൾസോ ക്യാൻ ബി ആഡഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന കോമ്പോസ് കിട്ടുന്നുണ്ട്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി നറിഷ് ദ സ്കിൻ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പാടില്ലാത്ത 3-4 കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഒന്ന്, ഹെവി മീറ്റ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവുന്ന മെയിൻ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ. ഒന്ന് ബീഫ്, മട്ടൺ ആൻഡ് ഡെഫിനറ്റ്ലി ബ്രോയിലർ ചിക്കൻ. ബ്രോയിലർ ചിക്കൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഹോർമോൺസ് ഈ പീരിയഡ്സിനെ നാശമാക്കുന്നത് മാത്രമല്ല സ്കിന്നിനെയും മോശമാക്കും. സോ ദീസ് തിങ്സ് അവോയ്ഡ് ചെയ്യുക. ദെൻ മൈദ, ഓഫ് കോഴ്സ് ഇതിൻ്റെ കോമ്പിനേഷൻ ബറോട്ട എന്ന് പറയുന്നതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈവൻ ഇത് ബേക്കറീസിൽ പോലും വീറ്റ് എന്നൊരു സംഭവം ഇല്ല, മൈദയാണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേ അവേ ഫ്രം മൈദ ബിക്കോസ് അതിൽ കെമിക്കൽ ഉണ്ട്, അതുകൊണ്ട് സ്റ്റേ അവേ ഫ്രം ഇറ്റ്. പിന്നെ സ്വീറ്റ്സ് ആണ് ഏറ്റവും മോശം ചെയ്യുന്നത് സ്കിന്നിന്. നമ്മൾ വന്നിട്ട് ഒരാളുടെ സ്കിൻ കണ്ടാൽ അറിയാം അവർ ഒരുപാട് സ്വീറ്റ്സും ഐസ്ക്രീംസും കഴിക്കുന്ന ആളാണെങ്കിൽ ആണെങ്കിൽ ഐസ്ക്രീംസ് പിന്നെ സ്വീറ്റ്സ് ആയിട്ട് കഴിക്കുന്നവരുണ്ട്. ലഡ്ഡു, ജിലേബി, അങ്ങനെയൊക്കെ ട്രഡീഷണൽ സ്വീറ്റ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു വേണ്ടാത്ത ആസ് യു ആസ്ഡ് ലൈക്ക് വാട്ട് യു ആസ്ഡ് ബിഫോർ ഡാർക്ക് ചോക്ലേറ്റ്, അതിൽ എന്തുണ്ട്? ഇറ്റ് ഈസ് ഓൾസോ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ ഫൈനലി ഇറ്റ്സ് ഷുഗർ. അതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. വൈറ്റമിൻ ഇ അല്ലെങ്കിൽ കിട്ടൂലേ നമുക്ക്. സോ വൈ ഷുഡ് യു ടേക്ക് ഡാർക്ക് ചോക്ലേറ്റ്? അതിന് ഒരു എക്സ്ക്യൂസ്. സോ എനിവേ ഇറ്റ് ഇസ് ഓൾസോ ഷുഗർ. സോ ഷുഗർ ഈസ് ഫൈനലി നോട്ട് ഗുഡ് ഫോർ സ്കിൻ. സോ ഷുഗർ ഫ്രീ യൂസ് ചെയ്യാം. വൈറ്റ് ഷുഗർ, ഐ മീൻ ശർക്കരയും കരിപ്പട്ടിയല്ല, വൈറ്റ് ഷുഗർ. സോ നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്നത്. സോ ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. ഷുഗർ ഫ്രീ യൂസ് ചെയ്യാം. ദറ്റ് ഈസ് എ നാച്ചുറൽ ഷുഗർ ഫ്രീസ് ഉണ്ട്. ഇപ്പോൾ തുളസി എന്നൊക്കെ, മീറ്റി തുളസി, ഷുഗർ ഫ്രീ ഗ്രീൻ, ഷുഗർ ഫ്രീ നാച്ചുറൽ, ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, സ്റ്റീവിയ എന്ന് പറയും. സോ ദാറ്റ് ആൻഡ് ഓൾ ക്യാൻ ബി യൂസ്ഡ്. ഇപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പോലും ആളുകൾ അതാ യൂസ് ചെയ്യണം. പിന്നെ സ്കിന്നിന് നറിഷ് ചെയ്യാനായിട്ട് ഫ്രൂട്ട് ജ്യൂസസ് ഡെഫിനറ്റ് ആക്കണം. ആൻഡ് നോർമൽ ഫുഡ് മതി. കേരള ഫുഡ് ഇസ് ദ ബെസ്റ്റ്. ദറ്റ് ഈസ് ഫിഷ് കറി, എഗ്സ് എടുക്കാം, ചോറ് ഒരു നേരം, മോർണിംഗ് ആൻഡ് നൈറ്റ് മാറി മാറി വേണം. ഇന്നിപ്പോൾ ഇതാണെങ്കിൽ ഇഡ്ഡലി ദോശയാണെങ്കിൽ അടുത്ത ദിവസം ഗോതമ്പ്, അടുത്ത ദിവസം റവ, നെക്സ്റ്റ് ഡേ ഇറ്റ് ഷുഡ് ബി റാഗി, മില്ലറ്റ്സ്, ഇങ്ങനെ മാറി മാറി യു ക്യാൻ യൂസ്. സോ ഓൾ വിൽ ആഡ് ടു ദി ഗുഡ്നെസ് ഓഫ് ദി സ്കിൻ. ആൻഡ് ഓഫ് കോഴ്സ് എക്സസൈസ്, എ ബിറ്റ് ഓഫ് എക്സസൈസ്. ഫേഷ്യൽ എക്സസൈസസ് ഉണ്ട്. ഫേസ് എക്സസൈസ് യൂട്യൂബ്സിലൊക്കെ നിറച്ചും ഇതുണ്ട്. സോ ഫേസ് എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ സ്കിൻ തൂങ്ങുന്നത് ഇതേം. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഇസ് യോഗ യു ക്യാൻ ഡു. യോഗ വിൽ ഡെഫിനറ്റ്ലി ഇതേം. പിന്നെ നല്ല ഉറക്കം ആൻഡ് റെസ്റ്റ്, ദറ്റ് ഈസ് വെരി വെരി നീഡഡ്. അപ്പോഴാണ് ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാതിരിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ കുറച്ച് നല്ല കൂളായിട്ട് ക്ലീൻ ആയിട്ട് ഫേസിനെ ക്ലീൻ ചെയ്ത് മോഹത്തിനെയും ദേഹത്തിനെയും ക്ലീൻ ആയിട്ട് വെച്ചേക്കുക. നല്ല വെള്ളം കുടിക്കുക. പിന്നെ കാലിൽ ക്രാക്സ് ഒക്കെ വന്നാൽ അത് കണ്ടില്ല നടിക്കരുത്. മുഖം മാത്രം മേക്കപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് കാര്യമില്ല. ബോഡി ഫുൾ ഷുഡ് ബി. ഈവൻ കാല്, കൈ, നഖങ്ങൾ, എവറിത്തിങ്. ഇപ്പോൾ ആസ് എ ഡോക്ടർ ഐ യൂസ് ടു സീ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ എത്രത്തോളം ക്ലെൻലിനെസ് ഉണ്ട്. സോ ക്ലീൻ ആൻഡ് ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആഴ്ചയിൽ 2 വട്ടം സ്ക്രബ് ചെയ്ത് കുളിക്കാം. നമ്മളതിന് ഇതുപോലത്തെ പയർ പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്യും, വോട്ടെവർ ഇറ്റ് ഈസ്. അതേപോലെ സോ ഡ്രൈ സ്കിന്നിനെ മാറ്റിയിട്ട് നല്ല ഇതാക്കാനായിട്ട് പകൽ സമയത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ലിക്വിഡ് മോയ്സ്ചറൈസർ രാവിലെ കുളിച്ച ഉടനെ ഉപയോഗിക്കാനുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഐ ആം കംപ്ലീറ്റ്ലി ട്രീറ്റിംഗ് വുമൻ കോസ്മെറ്റോളജി ആൻഡ് മെൻ ഓൾസോ. ഹെയർ ലോസിനുള്ളത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അതും സ്കിന്നുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഹെയർ ലോസ് ഹോർമോണിൻ്റെ ബേസിസിൽ നമ്മൾ അതിനെ കുറച്ചിട്ട് മുടി വളരാനുള്ള ടൈപ്പ് ഓഫ് വൈറ്റമിൻസും ന്യൂട്രീഷനും ഇഞ്ചെക്ഷൻസും ഉണ്ട്, ന്യൂട്രീഷണൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം കൊണ്ട് സോ എല്ലാം ബേസിക്കലി പ്രോട്ടീൻസ് ആയിരിക്കും. സോ സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത ന്യൂട്രീഷണൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് യു ക്യാൻ കറക്റ്റ് യുവർ സ്കിൻ അറ്റ് എനി ഏജ്. ഇപ്പോൾ ഈ പീരിയഡ്സ് നിന്നതിന് ശേഷമുള്ളതാണെങ്കിലും ശരി, ചെറുപ്പത്തിലെയുള്ള പിമ്പിൾസ് ആണെങ്കിലും ശരി, എവറിത്തിങ് ക്യാൻ ബി കറക്റ്റഡ്. പക്ഷേ മാജിക്ക് ദയവ് ചെയ്ത് മാജിക്കലായിട്ട് എന്തെങ്കിലും നടക്കുന്നു വിചാരിക്കരുത്. ഇറ്റ് വിൽ ടേക്ക് 2 to 3-4 months ടു ഗെറ്റ് കംപ്ലീറ്റ് കറക്ഷൻ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പിമ്പിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. സോ ഹൂഎവർ ഈസ് ഇൻട്രസ്റ്റഡ്, നമുക്ക് വന്നിട്ട് ഉള്ളിലും കൂടി കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്കിന്നിനെ കറക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് മൈ ഐഡിയ ഓഫ് ട്രീറ്റ്മെൻറ്റ്. സോ പ്ലീസ് ഫോളോ ദിസ് ഗുഡ് ടിപ്സ്. അതായത് നല്ല ഫുഡ്, നല്ല വെള്ളം, നല്ല എക്സസൈസ്, നല്ല ഉറക്കം. സോ ദിസ് ഈസ് ഓൾ ഫോർ ദ സ്കിൻ. സോ ലിവ് ബ്യൂട്ടിഫുള്ളി ആൻഡ് wish you all the ladies look so beautiful in your own way. Color of your skin doesn't mean a thing. How neat your skin എത്ര ഭംഗിയായിരിക്കണോ അതനുസരിച്ച് നിങ്ങളുടെ സൗന്ദര്യം എന്തായിരിക്കും. നിങ്ങൾ എന്ത് കളറോ ആവട്ടെ, വേണമെങ്കിൽ കുറച്ച് കളർ കൂട്ടാനുള്ളത്
I will help you out Okay, with that. okay, Okay, doctor. so അപ്പോൾ നമ്മുടെ സമയം- all of you, girls and boys, and also women and men, please live beautifully. You have the right to live beautifully. There is only one life. യെസ് ഡോക്ടർ. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.